വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഓഹരി കൈമാറ്റം അത് ആലോചിച്ചുറപ്പിച്ച ഒരു കച്ചവടമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ ആരോപണം. ഓഹരി കൈമാറ്റത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നേരത്തെ തന്നെ വി.ഡി. സതീശനും അദാനിയും തമ്മിലുള്ള ഡീലാണ് വിഴിഞ്ഞത്ത് നടന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ പ്രതിപക്ഷം ഇത്തരത്തിൽ വിഴിഞ്ഞം വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമ്പോൾ വി.ഡി. സതീശൻ സമ്മർദ്ദത്തിലാവുകയാണോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി ചന്തു ചന്ദ്രശേഖരൻ എനിക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. ഈ വിഴിഞ്ഞത്തേക്ക് നിക്ഷേപം ഈ അദാനി ഗ്രൂപ്പ് ഓഹരി വിൽക്കാൻ തീരുമാനിക്കുന്നു. ആ ഓഹരി വാങ്ങുന്നത് MSC കമ്പനിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നില്ല. പ്രതിപക്ഷം സഭയിൽ ഒരു സംശയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിനോടൊപ്പം സർക്കാരിനും അതിൽ ആശങ്കയുണ്ട് എന്ന കാര്യം വി.ഡി. സതീശൻ നിയമസഭയിൽ വച്ച് തന്നെ പറയുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു വിവാദമാണ് അത് പിന്നീട് പ്രതിപക്ഷം ഭരണപക്ഷത്തെ പൂട്ടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലത്തെ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കൂടി കഴിയുന്ന ഘട്ടത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇതൊരു ഡീലാണെന്നും ഇത് നേരത്തെ നടന്ന കാര്യങ്ങളാണ് എന്നും മാത്രവുമല്ല ഈ വിഴിഞ്ഞത്തിന്റെ MD ആണ് ദിവ്യ എസ് അയ്യർ അവിടെ നിന്ന് മാറ്റിയതിലടക്കം സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സംശയത്തെ KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പിന്താങ്ങുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നിലവിലെ ഈ സംഭവ വികാസങ്ങൾ, അതായത് വിഴിഞ്ഞം വിഷയത്തിൽ പ്രതിപക്ഷം ഇത്തരത്തിൽ നിലപാട് ഘടിപ്പിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? കാരണം തുറമുഖ വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണല്ലോ. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനമായും വി.ഡി. സതീശൻ സമ്മർദ്ദത്തിലാകുന്നതിനപ്പുറത്തേക്ക് ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ മദ്യനികുതിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ വി.ഡി. സതീശൻ ഒറ്റയ്ക്കാണ് തീരുമാനമെടുത്തത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം വന്നിരിക്കുന്നത്. അവിടെയും വി.ഡി. സതീശന് നേർക്കാണ് പ്രതിപക്ഷമായിരുന്നാലും ഭരണപക്ഷത്തിനു ഉള്ളിൽ തന്നെ UDF-നുള്ളിൽ തന്നെ ചിലരായിരുന്നാലും അത്തരത്തിൽ കൈ ചൂണ്ടുന്നത്. എന്തായാലും വി.ഡി. സതീശനെതിരെ തന്നെയാണ് പ്രതിപക്ഷം അവരുടെ നിലപാട് കടുപ്പിക്കുന്നത്. ഇതിൽ ആദ്യം തോമസ് ഐസക്കാണ് ഈ ഒരു ഡീൽ ആരോപണം മുന്നോട്ട് വെച്ചത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മംഗലാപുരത്ത് ഫ്ലൈറ്റിൽ പോയി അദാനിയെ കാണാനാണ് അവിടെ ഫ്ലൈറ്റിൽ പോയത്. അവിടെ ഉറപ്പിച്ച കച്ചവടമാണോ ഇപ്പോൾ വിഴിഞ്ഞത്ത് നടന്നത് എന്ന ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അത് പിന്നീട് പ്രതിപക്ഷം ഒന്നാകെ ഏറ്റുപിടിക്കുകയായിരുന്നു. നിയമസഭയിലടക്കം പ്രതിപക്ഷം ഇത് വലിയ തരത്തിൽ ആയുധമാക്കുന്നു. പക്ഷേ അപ്പോൾ നിയമസഭയിൽ വി.ഡി. സതീശൻ പറഞ്ഞത് താൻ അറിഞ്ഞില്ല, പത്രവാർത്തകളിൽ കൂടി മാത്രമാണ് ഇത്തരത്തിലൊരു ഓഹരി കൈമാറ്റം നടന്ന വാർത്ത അറിഞ്ഞത്, അക്കാര്യം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ പ്രതിപക്ഷം എപ്പോഴും വിടാൻ തയ്യാറായില്ല. കാരണം മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിൽ വലിയൊരു വിദേശ നിക്ഷേപം ഓഹരി കൈമാറ്റം അത് വിഴിഞ്ഞത്ത് സാധ്യമാകുമോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വകുപ്പ് കൂടിയാണ്, അത് സാധ്യമാകുമോ എന്ന സംശയം പ്രതിപക്ഷം ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ സംശയം കൂടുതൽ ബലപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലും കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇത് ആലോചിച്ചുറപ്പിച്ച കച്ചവടമാണോ എന്ന് സംശയിക്കേണ്ടി ഇരിക്കുന്നു എന്നാണ്. മാത്രമല്ല ഈ തോമസ് ഐസക് ആദ്യം മുന്നോട്ട് വെച്ച ആ ഒരു മംഗലാപുരം കൂടിക്കാഴ്ച അത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തെ വിഷയത്തിൽ അവർ സഭയ്ക്കകത്ത് ഈ സംശയം മുന്നോട്ട് വെച്ചതിനൊപ്പം തന്നെ ഇപ്പോൾ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് തന്നെ ഒരു പ്രതിഷേധ സംഗമമൊക്കെ ഈ ഓഹരി കൈമാറ്റത്തിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം നടത്തിയിരുന്നു. എന്തായാലും പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇത്ര വലിയ ഓഹരി കൈമാറ്റം, അതായത് 25% ഓഹരി കൈമാറിയാൽ അത് സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ സർക്കാരിനെ അറിയിക്കാതെ ഇത്ര വലിയൊരു ഓഹരി കൈമാറ്റം നടത്താൻ ആരാണ് അദാനിക്ക് ധൈര്യം കൊടുത്തത് എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി അറിയാതെ വലിയ ഒരു തുകയുടെ ഓഹരി കൈമാറ്റം നടത്താൻ എങ്ങനെ അദാനിക്ക് ധൈര്യം വന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നുമുണ്ട്. ഇവിടെയാണ് പ്രധാനമായും വി.ഡി. സതീശൻ ഈ ചോദ്യത്തിന് മുന്നിലാണ് സമ്മർദ്ദത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വകുപ്പാണ്. അവിടെ വിഴിഞ്ഞം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്ന നിലയ്ക്ക് മിഷൻ സമുദ്ര മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുമെന്ന തരത്തിലേക്കുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടെ ഇത്തരത്തിലൊരു ഓഹരി കൈമാറ്റം, വലിയ നിക്ഷേപം ഒക്കെ
നടക്കുന്ന സമയത്ത് അത് മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പ്രധാനമായും മറുപടി പറയേണ്ടത്. എന്തായാലും ഇത് എംപവേർഡ് കമ്മിറ്റി ഈ വിഷയം പരിശോധിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ് വിഴിഞ്ഞത്തെ ഈ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കുന്നത്. അദാനി ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. കത്തിൽ സമഗ്രമായി തന്നെ പരിശോധന നടത്താനാണ്, നിയമപരമായി തന്നെ പരിശോധന നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു സൂക്ഷ്മമായ പരിശോധന എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കട്ടെ, എന്താണ് അവരുടെ കണ്ടെത്തൽ എന്ന് അറിയട്ടെ.